ഇവിടെ ഒരു ജിഗ്സാഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഈ കോൺ ഭാഗങ്ങളിൽ വരുമ്പോൾ ഒരു മെത്തേഡ് കൂടി നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റില് ആ ലൈനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വലുതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ചെറുതാക്കിയിട്ട് തന്നെ ചെയിൻ എടുത്ത് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. അതായത് ഈ ഒരു സൈഡിലേക്ക്. ഓക്കെ, ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിപ്പോ ഞാൻ നേരിട്ടിട്ട് ഈ സൈഡിലേക്ക് ചെയിൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചെയിൻ ലൂസായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ തൊട്ട് ബാക്കിലുള്ള ചെയിൻ ലൂസായിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് ചെയിൻ എടുക്കുകയാണെങ്കിൽ ആ ചെയിൻ കണ്ട ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് ഇവിടെ കോണായിട്ട് തന്നെ വരണം. അപ്പൊ നമ്മളത് അടിയിൽ നിന്ന് ത്രെഡ് വലിച്ചിട്ട് അയച്ചെടുക്കുക. പിന്നെ നമ്മൾ കെട്ടിടാതെ നമ്മൾ ഒരിക്കലും ചെയ്ത വർക്ക് ഇതാക്കരുത്. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ അടിയിൽ നിന്ന് ത്രെഡ് വലിക്കും തോറും കണ്ട ഇത് അഴിഞ്ഞു പോരും. അപ്പൊ നമ്മൾ ചെയ്ത വർക്ക് മൊത്തം അഴിഞ്ഞു പോരും. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാനിതാ ഇവിടം വരെ എത്തി. അതിനുശേഷം ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ നീങ്ങാൻ പാടില്ല. ഞാൻ സൂം ചെയ്തിട്ട് തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ക്ലിയർ എടുക്കാനാണ്. ഈ ഒരു ചെയിൻ നമ്മൾ ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ഒരു ചെയിനും കൂടി എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ അവിടെ ഒരു കുഞ്ഞ ലോക്ക് വീഴും. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ കോണായിട്ട് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു ചെയിനിന്റെ ഇവിടെ ലൂസായിട്ട് നിൽക്കുന്നില്ല. അവിടെ ശരിക്കും കോണ് പോലെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് പോണം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ തൊട്ട് ബാക്കിലുള്ള ചെയിൻ ലൂസായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് നമ്മൾ കുറച്ച് ഗ്യാപ്പ് പോലും വിടരുത്. നമ്മൾ ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ കുത്തുക, അടുത്ത ചെയിൻ എടുക്കുക. അടുത്ത ചെയിൻ എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. ത്രെഡ് ഒന്ന് ഈ ഒരു നീഡിൽ ഒന്ന് വലിച്ച അവിടെ ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പൊ അവിടെ കുഞ്ഞൊരു ലോക്ക് വീഴും. അതിനുശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു ചെയിൻ നല്ലോണം അകന്ന് നിൽക്കുന്നതാണ്, അല്ലാതെ ഇവിടെ ലൂസായിട്ടല്ല കേട്ടോ നിൽക്കുന്നത്. ആ ചെയിൻ ലൂസായിട്ട് നിൽക്കുമ്പോഴാണ് പിന്നെ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഇവിടെ കോണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞൊരു ലോക്ക് വന്ന് വീണിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുഞ്ഞൊരു ലോക്ക് വന്ന് വീണിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എൻഡ് നോട്ട് ഇടാം. അപ്പോ ഈ ഒരു കുഞ്ഞ ലോക്ക് നമ്മൾ പിക്ചറിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ റൗണ്ടിലാണെങ്കിലും അതല്ലെങ്കിൽ ചില ഈ കോണ് പോലെ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ പിക്ചറിൽ വരും, ഫ്ലവർ ഒക്കെ വരയ്ക്കുമ്പോൾ. അപ്പൊ അവിടെ നിങ്ങൾ ഈ ഒരു കുഞ്ഞ ലോക്ക് ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ചെയിൻ എന്ത് ചെയ്യും, ലൂസായിട്ട് നിൽക്കും. ഇനി നേരത്തെ പോലെ നമുക്ക് ഇത് വലുതാക്കി എടുത്തിട്ട് അടിയിൽ നിർത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ കോൺ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. നമ്മൾ തൊട്ടടുത്തുനിന്ന് ഒരു കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. നമ്മളിപ്പോ ഒരു ചെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തുനിന്ന് ഇത്ര ഗ്യാപ്പ് പോലും വരാൻ പാടില്ല. നമ്മൾ ഈ തൊട്ടടുത്തുനിന്ന് തന്നെയാണ്. ഒരു കുഞ്ഞ ചെയിനും കൂടി എടുത്ത് വലിച്ചു കൊടുത്താൽ അവർ കുഞ്ഞ ലോക്ക് വീഴും. എന്നിട്ട് നേരെ അടിയിലേക്ക് കൊണ്ടുവരാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടൊക്കെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ വീഡിയോ ലെങ്ത് കൂടും. നമ്മൾ ഒരുപാട് ഒരു 5-8 വീഡിയോ ആയിട്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ അത്രയും വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനും ഒരു ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അപ്പൊ പിന്നെ ചെയ്യുമ്പോ പിക്ചറിലൊക്കെ ചെയ്യുമ്പോ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിക്ചറിൽ ചെയ്യുമ്പോ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക.
അപ്പൊ ആദ്യം നിങ്ങൾ വലിയ ചെയിനാക്കി ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാട്ടോ. അതിനുശേഷം ചെറിയ ചെയിനാക്കിയിട്ട് ചെയ്താൽ മതിയാവും. വലിയ ചെയിൻ എടുത്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ബാക്ക് സൈഡ് നോക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയിൻ എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുപോലെ ആദ്യം ഒരു ലൈന് വരച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിന്നെ ഇതുപോലെ കോൺ ഭാഗം ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടി ഇതുപോലെ ആ ഒരു പ്രാക്ടീസ് ചെയ്യണോടൊപ്പം ഇതുപോലെ കോണായിട്ട് വരുന്ന ഇങ്ങനെ നമ്മുടെ ട്രയാങ്കിള് അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ വരച്ചിട്ട് അതുപോലെ അതും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതുപോലെ പിക്ചർ എടുത്തിട്ട് ചെയ്താൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കൂടുതലായിട്ട് പിന്നെ ആര്യവർക്ക് പഠിക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പിന്നെ കൂടുതൽ സ്റ്റിച്ചുകളൊക്കെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പിക്ചറിൽ തന്നെ ചെയ്ത് നോക്കട്ടോ. ഇതുപോലെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് പിക്ചറിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഞാനത് ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു.